നമസ്കാരം, ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നതിനെക്കുറിച്ചാണ്. ഉള്ളം കൈയിൽ മരവിപ്പ് വരുന്നതിൻ്റെ ഏറ്റവും സാധാരണമായ ഒരു കാരണമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. നമ്മുടെ ഉള്ളം കൈ സ്പർശനം കൈകാര്യം ചെയ്യുന്നത് രണ്ട് ഞരമ്പുകളാണ്. ഒന്ന് മീഡിയൻ നെർവ്, രണ്ട് അൾനാർ നെർവ്. ഈ മീഡിയൻ നെർവ് എന്ന് പറയുന്നത് തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ, പിന്നെ ഈ മോതിരവിരൽ, ഇതിൻ്റെ പകുതി എന്ന് വെച്ചാൽ ഈ 3.5 വിരലുകളെയാണ് ഈ മീഡിയൻ നെർവ് സപ്ലൈ ചെയ്യുന്നത്. ബാക്കി 1.5 വിരലിനെ അൾനാർ നെർവ്. മീഡിയൻ നെർവ് എന്ന് പറയുന്ന ഈ ഞരമ്പ് നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ അവിടെ നിന്ന് വന്ന് ഇവിടെ ഞരമ്പുകളുടെ ഒരു കൂട്ടമുണ്ട്, ബ്രേക്കിയൽ പ്ലെക്സസ് എന്ന് പറഞ്ഞ്, അവിടെ നിന്ന് വരുന്ന ഞരമ്പാണ്. പല സ്ഥലങ്ങളിൽ ഈ ഞരമ്പിന് കംപ്രഷൻ വരാം എങ്കിലും ഏറ്റവും കൂടുതൽ കംപ്രഷൻ അല്ലെങ്കിൽ ഞരമ്പ് ഞെങ്ങാനുള്ള അപകട സാധ്യതയുള്ളത് നമ്മളുടെ ഈ കൈക്കുഴയുടെ അവിടെ, റിസ്റ്റ്, ഈ ഭാഗത്താണ്. ഈ കൈയുടെ റിസ്റ്റിൻ്റെ ഈ ഭാഗത്ത് ഈ ഞരമ്പ് കൈയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഈ സ്ഥലത്ത് ഞരമ്പിൻ്റെ മുകളിൽ ഒരു പാട പോലെ ഒരു സാധനമുണ്ട്. ഈ പാടയുടെ താഴെയുള്ള ഭാഗത്തിനെയാണ് കാർപ്പൽ ടണൽ എന്ന് വിളിക്കുന്നത്. ഈ ഞരമ്പിൻ്റെ കംപ്രഷൻ ഈ ഭാഗത്തുണ്ടായാൽ ആ രോഗിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവാം? കയ്യിൽ മരവിപ്പ്, തരിതരിപ്പ്, ചിലപ്പോഴൊക്കെ കൈ കോച്ചുന്നത് പോലെ ഉണ്ടാകാം, കൈക്ക് വേദനയുണ്ടാകാം. പിന്നെ കംപ്രഷൻ കൂടിപ്പോയാൽ കൈക്ക് ബലക്കുറവ് പോലെ തോന്നാം, ഒരു മുറുക്ക പിടിക്കാൻ പറ്റുന്നില്ല ഒക്കെ. നിങ്ങളിൽ പല ആൾക്കാർക്കും താൽക്കാലികമായെങ്കിലും ഈ മീഡിയൻ നെർവിൻ്റെ കംപ്രഷൻ ഉണ്ടായിട്ടുണ്ടാകും. തലയുടെ പുറകിൽ കൈവച്ച് കിടക്കുന്ന ഉറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ബൈക്കോ സ്കൂട്ടറൊക്കെ ഓടിക്കാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ അത് കുറച്ച് നേരം പിടിച്ച് കഴിയുമ്പോൾ കൈയുടെ ഉള്ളിൽ മരവിപ്പുണ്ടാകുന്നത് കാർപ്പൽ ടണലിൻ്റെ അവിടെ മീഡിയൻ നെർവിൻ്റെ കംപ്രഷൻ കൊണ്ടാണ്. എന്നാൽ ഈ കംപ്രഷൻ വീണ്ടും വീണ്ടും ഉണ്ടായാൽ, അടുപ്പിച്ചുണ്ടായാൽ, അത് സ്ഥിരമായ മരവിപ്പ്, തരിപ്പ്, കൂടുതലാകുമ്പോൾ ബലക്കുറവ് വരെ ഉണ്ടാക്കാം. കാർപ്പൽ ടണൽ സിൻഡ്രോം ആരിലാണ് കൂടുതലായി കാണപ്പെടുക? പെട്ടെന്ന് തടി വെക്കുന്ന ആൾക്കാരിൽ. ഒരു ഉദാഹരണത്തിന്, സ്ത്രീകൾ ഗർഭിണികളാകുമ്പോൾ പെട്ടെന്ന് ശരീരത്തിന് തടി വെക്കുകയും നീർക്കെട്ടുണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ ഈ കംപ്രഷൻ പെട്ടെന്നുണ്ടാകാം. പിന്നെ ചില അസുഖങ്ങളുള്ളവർ, പ്രമേഹം, തൈറോയിഡിൻ്റെ പ്രശ്നം, വാതം പോലെയുള്ള അസുഖങ്ങളുള്ളവർ, ഈ ആൾക്കാർക്കൊക്കെ ഈ കംപ്രഷൻ പെട്ടെന്നുണ്ടാകാം. അത് ഈ നീർക്കെട്ട് ഈ ഭാഗത്ത് കൂടുന്നത് കൊണ്ടാണ്. പിന്നെ ചില ജോലികളിൽ ഏർപ്പെട്ട ആൾക്കാർക്ക്, കൈ ഇങ്ങനെ പിടിച്ച് കമ്പ്യൂട്ടറിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ, പാചകം ചെയ്യുന്നവർ, തുടർച്ചയായിട്ട് കൈ ഇങ്ങനെ മടങ്ങി അവരിങ്ങനെ ഇളക്കുകയൊക്കെ ചെയ്യുമ്പോൾ, ഡോക്ടർമാരിൽ അനസ്തീഷ്യ ഡോക്ടർമാർക്കൊക്കെ അവരെപ്പോഴും കൈ ഇങ്ങനെ പിടിച്ച് രോഗിയുടെ ഈ ഓപ്പറേഷൻ്റെ സമയത്തൊക്കെ അവർ മയങ്ങുന്നതിന് വേണ്ടിയായിട്ട് ഇങ്ങനെ ഞെക്കുമ്പോൾ കൈ മടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഈ കംപ്രഷൻ പെട്ടെന്നുണ്ടാകാം. എങ്ങനെയാണ് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം ചികിത്സിക്കാൻ പറ്റുന്നത്? ഇതുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം. എന്ന് വെച്ചാൽ തലയുടെ പുറകെ കൈ വെച്ച് കിടന്നുറങ്ങരുത്. കൈ ഇവിടെ കംപ്രഷൻ വരുന്നത് പോലെ ഇങ്ങനെ ഞെക്കി വെക്കുന്നത് ഒഴിവാക്കുക. കൈ ഒത്തിരി ഇങ്ങനെ മടങ്ങുകയോ ഒത്തിരി നിവരുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ കാർപ്പൽ ടണലിൻ്റെ അവിടെ കംപ്രഷൻ ഉണ്ടാകും മീഡിയൻ നെർവിന്. ആ സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ചിലപ്പോഴൊക്കെ ഈ കംപ്രഷൻ ഒഴിവാക്കുന്നതിനും ഡാമേജ് ഒഴിവാക്കുന്നതിനും നമ്മൾ രോഗികളോട് സ്പ്ലിൻറ്റ് ധരിക്കാൻ പറയും. റിസ്റ്റ് സ്പ്ലിൻറ്റ് അല്ലെങ്കിൽ കാർപ്പൽ ടണൽ സ്പ്ലിൻറ്റ് എന്നാണ് പറയുന്നത്. അത് ധരിച്ചു കഴിയുകയാണ് എന്നുണ്ടെങ്കിൽ കൈ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. ഇവിടെ ഈ പടത്തിൽ കാണുന്നതാണ് കാർപ്പൽ ടണൽ സ്പ്ലിൻറ്റ്. അതൊത്തിരി ഇറുക്കി ധരിക്കേണ്ട ആവശ്യമില്ല, ലൂസായിട്ട് ഇട്ടാൽ മതി, കൈ ഇങ്ങനെ ഇരിക്കുന്നതിന് വേണ്ടിയായിട്ട്. പിന്നെ ചില മരുന്നുകൾ, വൈറ്റമിൻ B12 ഒക്കെ അടങ്ങിയിരിക്കുന്ന മൾട്ടി വൈറ്റമിൻ മരുന്നുകൾ, മരവിപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്ന പ്രിഗബലിൻ, ഗാബാപെൻറ്റിൻ എന്നൊക്കെ ചില മരുന്നുകളൊക്കെ ഒരു പരിധിവരെ രോഗിയുടെ മരവിപ്പും അസ്വസ്ഥതകളും കുറച്ചു നിർത്തും. രോഗലക്ഷണങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലാക്കാം എങ്കിലും കാർപ്പൽ ടണൽ സിൻഡ്രോം ആണോ കൈയുടെ മരവിപ്പിൻ്റെ കാരണം എന്ന് നമ്മൾ ഉറപ്പാക്കുന്നത് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി വെച്ചാണ്. കൈയിലെ ഞരമ്പുകളെയും മസിലുകളെയും ഉത്തേജിപ്പിക്കുകയും ഞരമ്പിൻ്റെ പ്രവർത്തനം എത്ര എന്ന് മനസ്സിലാക്കുന്ന ഒരു ടെസ്റ്റാണ് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി.
ജീവിത രീതിയിലുള്ള വ്യത്യാസം, അടിസ്ഥാന അസുഖങ്ങളായ ഷുഗറും തൈറോയിഡും ഒക്കെ കൺട്രോളാക്കുക, കംപ്രഷൻ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക, സ്പ്ലിൻറ്റുകൾ ഉപയോഗിക്കുക, ഇതെല്ലാം ചെയ്തതിനു ശേഷവും മരവിൽ മാറുന്നില്ലാത്ത രോഗികൾക്ക്, പിന്നെ രോഗികൾക്ക് ബലക്കുറവുണ്ടായാൽ, ഈ പടത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തള്ളവിരലിൻ്റെ താഴെയുള്ള ഭാഗം, ഇതിന് തീനാർ എമിനൻസ് എന്നാണ് പറയുന്നത്, ആ ഭാഗം ഈ രോഗിയിൽ ശോഷിച്ചിരിക്കുന്നതായി കാണാം. ഈ തീനാർ എമിനൻസ് എന്ന് പറയുന്നതിൻ്റെ ശോഷിപ്പാണ് ഞരമ്പിൻ്റെ കംപ്രഷൻ കൂടുതലായാൽ ഉണ്ടാകുന്ന ഒരു അപകടം. ഒരു തവണ അത്രയും ശോഷിപ്പിലേക്ക് പോയാൽ പിന്നെ ചികിത്സിച്ചാലും അത് മെച്ചപ്പെടുകയില്ല. അത്രയും സീരിയസ് ആയ രീതിയിൽ കംപ്രഷനുള്ള രോഗികളിൽ ചിലപ്പോഴൊക്കെ നമ്മൾ കാർപ്പൽ ടണൽ റിലീസ് എന്ന് പറയുന്ന ഒരു സർജറിയിലേക്ക് പോകും. അപകടകരമായ രീതിയിലുള്ള സർജറി ഒന്നുമല്ല. ഒരു കുത്തിവെപ്പ് വെച്ച് ഇവിടെ മരവിപ്പിച്ചതിന് ശേഷം ഈ ഞരമ്പിൻ്റെ മുകളിലുള്ള ഈ കാർപ്പൽ ടണലിൻ്റെ മുകളിലുള്ള ആ ഷീത്ത് ഒന്ന് മുറിച്ച് ഞരമ്പിൻ്റെ കംപ്രഷൻ ഒഴിവാക്കുക എന്നതിനെയാണ് കാർപ്പൽ ടണൽ റിലീസ് എന്ന് പറയുന്നത്. 4-5 ദിവസം മുറിവ് ഉണങ്ങാനുള്ള വിശ്രമം മാത്രമേ ആവശ്യമുള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സർജറിയാണ്. സർജറിയിലേക്ക് പോകാതെ തന്നെ ഈ കാര്യം കൈകാര്യം ചെയ്യാനായിട്ടുള്ള ശ്രമമാണ് ആദ്യം രോഗികൾ ചെയ്യേണ്ടത്. നന്ദി.